ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിൻ വേരിഫിക്കേഷനെ കുറിച്ച് കുറേ പേർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. അതായത് അവർക്ക് അവരുടെ പിൻ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, പിൻ ഇതുവരെ റിസീവ് ആയിട്ടില്ല. ഇത്തരത്തിൽ പലർക്കും ഈ പ്രശ്നങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ പിൻ വേരിഫിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നേരത്തെ എങ്ങനെയാണ് പിൻ വേരിഫൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്രകാരം നമുക്ക് പിൻ ഒന്നും റിസീവ് ആകാത്തത് എന്ന് നോക്കാം. നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ നമ്മൾ ആദ്യം തന്നെ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അഡ്രസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്രസ് ഇത് കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നമുക്ക് $10 ത്രഷോൾഡ് എല്ലാം കംപ്ലീറ്റ് ആവുമ്പോഴാണ് നമുക്ക് ഈ പിൻ എല്ലാം നമുക്ക് അയച്ചു തരുന്നത്. അതായത് നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ $10 ആയതിനു ശേഷം 3 ആഴ്ചയ്ക്കുള്ളിലെല്ലാമായി നിങ്ങൾക്ക് പിൻ എല്ലാം റിസീവ് ആകും. ഇത്തരത്തിൽ നിങ്ങൾക്ക് ആദ്യ 3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ പിൻ ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പിൻ റീസെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും. അതായത് ആഡ്സെൻസിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് റിക്വസ്റ്റ് ഫോർ എ ന്യൂ പിൻ അല്ലെങ്കിൽ റീസെൻഡ് പിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് 21 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും റീ അപ്ലൈ ചെയ്യാനെല്ലാം സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ 21 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം റീ അപ്ലൈ ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് 21 ദിവസം എല്ലാം വെയിറ്റ് ചെയ്തതിന് ശേഷം പിൻ ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ 21 ദിവസം കഴിഞ്ഞ് റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വീണ്ടും ലഭിക്കും. ഇപ്രകാരം നമുക്ക് 4 തവണയെല്ലാം ഈ റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കുന്നുണ്ട്. എന്നാൽ സാധാരണയായി നമ്മുടെ അക്കൗണ്ടിൽ $10 എല്ലാം ആയതിനു ശേഷം ആദ്യ 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ഈ പിന്നെല്ലാം ലഭിക്കുന്നതാണ്. ഇനി ചില ആളുകൾക്ക് ഇത് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് 21 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു തവണ റീസെൻഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ എല്ലാം കറക്റ്റായി നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ പിന്നെല്ലാം നിങ്ങളുടെ പോസ്റ്റൽ വഴി നിങ്ങളുടെ അഡ്രസ്സിലേക്ക് എത്തും. എന്നാൽ ചില ആളുകൾക്ക് ഇത്തരത്തിലെല്ലാം കൊടുത്തതിന് ശേഷവും നിങ്ങളുടെ പിൻ ഒന്നും കറക്റ്റായി വരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഡ്സെൻസിൽ ID വേരിഫിക്കേഷൻ എല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രകാരം ഈ ID വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ഈ പിൻ എല്ലാം സെൻഡ് ചെയ്യൂ എന്ന് ഇവിടെ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് പിൻ എല്ലാം ലഭിക്കണമെങ്കിൽ ത്രഷോൾഡ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷവും ഈ ID വേരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഈ പിൻ വേരിഫിക്കേഷൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ 6 അക്ക പിൻ എല്ലാം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ലഭിക്കുക. നമ്മുടെ പിൻ ജനറേറ്റ് ആയതിനു ശേഷം 4 മാസ കാലാവധിയാണ് നമുക്ക് ഈ പിൻ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ 4 മാസത്തിനുള്ളിൽ തന്നെ പിൻ വേരിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇത്തരത്തിൽ 4 മാസം കൊണ്ട് നിങ്ങളുടെ പിൻ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ വീഡിയോസിൽ പിന്നീട് നിങ്ങൾക്ക് ആഡ്സ് ഒന്നും ലഭിക്കില്ല എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ 4 മാസത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി പിൻ വേരിഫിക്കേഷൻ ചെയ്യുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ ആഡ്സെൻസ് അക്കൗണ്ടിൽ പേയ്മെന്റ്സ് എന്നതിൽ വേരിഫിക്കേഷൻ ചെക്ക് എന്നതിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പിൻ ഇത് കറക്റ്റായി തന്നെ ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു 6 അക്ക പിന്നെല്ലാമാണ് ലഭിക്കുക. ഈ പിൻ നിങ്ങൾ 3 തവണ തെറ്റായി എല്ലാം എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ആഡ്സ് എല്ലാം കാണിക്കുന്നത് സ്റ്റോപ്പ് ആകും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പിൻ ഇത് തെറ്റാതെ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാമാണ് പിൻ വേരിഫിക്കേഷനുമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. യൂട്യൂബ് റിലേറ്റഡ് ആയ ഇൻഫർമേഷൻസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്